ഇവിടെ കണ്ണൂരിലെ ഈ ഭീകര രാഷ്ട്രീയത്തോട് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഭീകരവാദികളാണ് SDPI അഥവാ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് UDFൻ്റെയും LDFൻ്റെയും സമീപനം എന്താ? ഏറ്റവും അവസാനം UDF മനസ്സില്ലാ മനസ്സോടുകൂടി SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. VD സതീശൻ്റെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം SDPIയുടെ വോട്ട് വേണ്ട എന്നല്ല പറഞ്ഞത്, SDPIയുടെ വോട്ട് വേണ്ടണം എന്നാണ് പറഞ്ഞത്. വളരെ പരിഹാസ്യമാണ്. LDFും UDFും സുഡാപ്പികളുടെ വോട്ടിന് വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഡോക്ടർ അബ്ദുൽ സലാമിനെ അടുത്തിരുത്തി എനിക്ക് പറയാൻ സാധിക്കും, കേരള രാഷ്ട്രീയത്തിൽ BJP ഉയർത്തിയതാണ് ശരിയായ രാഷ്ട്രീയമെന്ന് തെളിയിക്കുകയാണ്. മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ഈ സുഡാപ്പികളുടെ വോട്ട് വേണ്ടണം എന്ന രൂപത്തിലെങ്കിലും പറയേണ്ടി വന്നല്ലോ. അത് BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിനിടയിൽ കേരളമാകെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കേരളത്തിൽ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക മാത്രമല്ല, NDA വലിയ മുന്നേറ്റം, വലിയ വിജയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും. നല്ല അടിയൊഴുക്കുകൾ നമുക്കെതിരെ അനുകൂലമായിട്ടുണ്ട്. നല്ല പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായി കാണുമ്പോൾ അതിൽ മുഴുവൻ ഒരു കരിനിഴൽ ബാധിക്കുന്ന വിധത്തിൽ ഭയാനകമായിട്ടുള്ള ഒരു ബോംബും ആസൂത്രണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കാരണം ഈ ബോംബിൻ്റെ കാഠിന്യം ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതുണ്ടാക്കാൻ അതിൻ്റെ കെമിക്കൽസ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അത് വൻ നഗരങ്ങളിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അത് അവിടുന്ന് ഇവിടെ എത്തിച്ചു. അതുപോലെ തന്നെ അപകടമുണ്ടായ ഉടനെ ക്ഷണനേരം കൊണ്ട് ഈ ക്രിമിനൽ സംഘത്തിന് വിദഗ്ധമായ ആശുപത്രിയിലെത്താൻ സാധിച്ചു. ഇതിൻ്റെ പിന്നിൽ ഈ CPMൻ്റെ പ്രാദേശിക ക്രിമിനലുകൾ മാത്രമല്ല, കണ്ണൂരിലെ ജയരാജന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. അതുകൊണ്ട് ദേശീയ ഭീകരവിരുദ്ധ സ്ക്വാഡ്, ദേശീയ അന്വേഷണ ഏജൻസി ഈ വിഷയം അന്വേഷിക്കണം. ഇതിൻ്റെ യഥാർത്ഥ ഗൂഢാലോചനക്കാരുൾപ്പെടെ പുറത്തു കൊണ്ടുവരണം. പ്രധാനപ്പെട്ട ആരോപണം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. തീർച്ചയായും ഇവർക്ക് പിണറായി വിജയന് കൂട്ടർക്കും ജയരാജന്മാർക്കും മനസ്സിലായി കേരളത്തിൽ ജനങ്ങളോട് വോട്ട് ചോദിച്ചാൽ അവർക്ക് ആട്ടാണ് കിട്ടുക. അപ്പം ജനങ്ങളെ ഭയപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു അവസാനത്തെ ശ്രമമാണ്, കളിയാണ് ജയരാജന്മാരും അതുപോലെ തന്നെ പിണറായി വിജയനും കാണിക്കുന്നത്. ഇതിൽ നമുക്കറിയാം കണ്ണൂരിലെ സംഘർഷം ഇപ്പോൾ സമാധാന അന്തരീക്ഷത്തിലേക്ക് വന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. ഇവിടെ ചന്ദ്രശേഖരൻ കേസ് വീണ്ടും ശിക്ഷിക്കപ്പെട്ടപ്പോഴാണ് CPM ക്രിമിനലുകൾ വലിയ തോതിൽ പ്രകോപിതരായിട്ടുള്ളത്. കൊട്ടേഷൻ സംഘത്തിൽ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളും അതിനകത്ത് വിഭാഗീയതയൊക്കെ ഉണ്ട്. അത്തരം വിവരങ്ങളെല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചന്ദ്രശേഖരൻ കേസിലെ കൊടിസുനി കിർമാണി മനോജ് ഉൾപ്പെടെയുള്ള പ്രതികളെല്ലാം അവർ 10 വർഷം ജയിലിൽ കിടന്നെങ്കിൽ 7 വർഷം പരോളിൽ പുറത്തിറങ്ങിയിരുന്നു. അതിനൊത്താശ ചെയ്ത ആളുകളാണ് ഈ ജയരാജന്മാരും പിണറായിയും ഒക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ ക്രിമിനൽ സംഘത്തെ അവരെ പരോളിൽ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ, പഴയ CPM നേതാവായിരുന്നു, MLA ആയിരുന്നു, എല്ലാ ഒത്താശ ചെയ്ത് കൊടുത്തത്. ഇവരുടെ ഈ മനോഭാവമാണ് അവസാനിപ്പിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയത്തിൽ നിന്ന് ഈ ഭീകരത അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.
നമുക്കറിയാം കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഈ ബോംബ് രാഷ്ട്രീയം കേരളത്തെ പഠിപ്പിച്ചത് CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസ്സുമാണ്. കെ സുധാകരൻ DCC നേതാവായിരിക്കുമ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്, ഞങ്ങൾ 3 തരം ബോംബ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പേടിപ്പിക്കുന്നത്, മറ്റൊന്ന് പുകയുണ്ടാക്കുന്നത്, ആളെ കൊല്ലുന്നത് എന്നൊക്കെ കെ സുധാകരൻ ദേശീയ മാധ്യമങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് നടത്തിയ നാടാണ് കണ്ണൂർ. അതുകൊണ്ട് ഈ ബോംബ് രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉറപ്പായിട്ടും സലാം സാറ് പറയുന്നത് സലാം സാറ് വിജയിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രതീക്ഷ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാ സ്ഥലത്തും വോട്ട് കൂടും. നമ്മൾ കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക മാത്രമല്ല, നല്ല വിജയം നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിരവധി MP മാർ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടാവും.